ഹലോ ഹായ്, ഞാൻ ഉണ്ണികൃഷ്ണനാണ്. നമ്മുടെ തിരുവനന്തപുരം വെബ് സീരീസിലെ 35ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് നടയിലുള്ള RK വെജിറ്റേറിയൻ ടിഫിൻ സെൻ്ററിലാണ് കേട്ടോ. ഒരു കുഞ്ഞു കടയാണ്. മാക്സിമം ഒരു 8 പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ്. തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ രുചികൾ പരിചയപ്പെടുന്ന ചെറിയൊരു വെബ് സീരീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഈ സപ്പോർട്ട് ഇനിയും തരണം. കഴിഞ്ഞ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കാണാൻ മറക്കല്ലേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഷെയറും ലൈക്കും ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വീടാണ് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ഒരു 8 പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. നമ്മളൊരു അഗ്രഹാരത്തിലെ വീട്ടിനുള്ളിലോട്ട് കയറി പോകുന്ന ഒരു ഫീലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. വീടായതുകൊണ്ട് ഈ ഒരു കുറച്ച് സ്പേസ് മാത്രമേ ഉള്ളൂ കേട്ടോ. എങ്കിലും അവർ അത്രയും ഭാഗം നല്ല ക്ലീനായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. കറികളൊക്കെ ഇങ്ങനെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ പുറത്തൊരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടിയിട്ടുണ്ട്. അതായത് മറ്റ് പൊടികളോ പ്രാണികളോ ഒന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. റബ്ബർ ബാൻഡൊക്കെ ഇട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റിക് കവറല്ല കേട്ടോ. ഇത് അൽക്കുലോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു കവറാണ്. ഇത് പ്ലാസ്റ്റിക് അല്ല. ഇത് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട് നോട്ട് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ട്. കണ്ട് ആരും കമൻറ്റ് ചെയ്യണ്ട പ്ലാസ്റ്റിക് കവറിട്ട് മൂടിയതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഉപ്പുമാവാണ് ഓർഡർ ചെയ്തത്. ഇതാണ് ഇവിടുത്തെ ഉപ്പുമാവ്. ഞാൻ പൂരിയും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഉപ്പുമാവിൻ്റെ കൂടെ നമുക്ക് സാമ്പാറും ഉണ്ട്, ചട്നിയുണ്ട്, തേങ്ങാ ചട്നിയുണ്ട്. ഉപ്പുമാവ് നല്ലൊരു രീതിയിലാണ് അവർ പ്രസൻറ്റേഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒരുപാട് കറിവേപ്പിലൊക്കെ ഉണ്ട് കേട്ടോ. കറിവേപ്പിലൊക്കെ കാണാൻ നമുക്ക്. അതുപോലെ തന്നെ മുളകുണ്ട്, ക്യാരറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പൂരിയും കൂടെ വന്നിട്ടുണ്ട്. പൂരി ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ 3 പീസാണ്. പൂരിയുടെ കൂടെ നമുക്ക് തേങ്ങാ ചട്നിയുണ്ട്, പിന്നെ മസാലയും കൂടെ ഉണ്ട്. ഈ ഒരു പൂരിയുടെ റേറ്റ്, അതായത് ഈ ഒരു പൂരി സെറ്റിൻ്റെ റേറ്റ് വരുന്നത് 50 രൂപയാണ്. അതുപോലെ തന്നെ അവരുടെ ഒരു ഉപ്പുമാവുണ്ട്. അതൊക്കെ രാവിലെ വന്നാലേ ഉപ്പുമാവ് രാവിലെ വന്നാലേ കിട്ടത്തുള്ളൂ. ഉപ്പുമാവിൻ്റെ റേറ്റ് വരുന്നത് 40 രൂപയാണ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RK പ്യുവർ വെജിറ്റേറിയൻ ടിഫിൻ സെൻ്ററിലെ സ്പെഷ്യലാണ്. രാവിലെ കിട്ടുന്ന ഐറ്റംസാണ്. ഇഡ്ഡലി ഉണ്ട് കേട്ടോ. ഇഡ്ഡലി തീർന്നു പോയി, അതുകൊണ്ട് ഇഡ്ഡലി ട്രൈ ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് വന്ന് ഇരുന്നപ്പോൾ നല്ലൊരു ആംബിയൻസാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ രാവിലെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആ ഒരു ഫീല് കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നു ഇവിടെ വന്ന് ഫുഡ് കഴിക്കണമെന്ന്. അത് ഞാനിതുവഴി പോകുമ്പോൾ കാണാറുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. റെസ്റ്റോറൻ്റ് അല്ല, വീട്ടിലെ കട എന്ന് പറയാം. വെജിറ്റേറിയൻ ടിഫിൻ സെൻ്ററാണ്. ആദ്യം നമുക്ക് അവരുടെ ആ ഒരു ഉപ്പുമാവ് തന്നെ കഴിച്ചു പോകാം കേട്ടോ. ഉപ്പുമാവ് നല്ല രീതിയിൽ പ്രസൻറ്റേഷൻ ചെയ്തിട്ടുണ്ട്. 40 രൂപയ്ക്ക് ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്നത്ര ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ് കേട്ടോ ഉപ്പുമാവ്. നല്ല സോഫ്റ്റാണ്. വേണ്ട, നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ആദ്യം കുറച്ച് ഉപ്പുമാവ് എടുത്തിട്ട് കുറച്ച് നെയ്യ് വെച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. നെയ്യിൽ കുറച്ച് ടേസ്റ്റുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുണ്ട്. രാവിലെ ഉപ്പുമാവ് ഒരു ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ്. ഉപ്പുമാവ് പൊങ്കലിവിടെ ഉണ്ട്. പക്ഷേ പൊങ്കൽ തീർന്നു പോയി. പൊങ്കലും കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. പൊങ്കൽ നേരത്തെ തീർന്നു. ഇനി പിന്നെ പൂരി ഉപ്പുമാവ് ട്രൈ ചെയ്യാൻ വെച്ചാൽ കൊള്ളാം കേട്ടോ. ഉപ്പുമാവിൽ അത്യാവശ്യം വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുണ്ട്. മുളകുണ്ട്, പിന്നെ ക്യാരറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ പരിപ്പാണ് കേട്ടോ. പരിപ്പുണ്ട്. എനിക്കൊന്ന് കടലപ്പരിപ്പാണോ എനിക്കറിയില്ല. കടലപ്പരിപ്പാണ് കേട്ടോ. കടലപ്പരിപ്പ് നെയ്യിലിട്ട് വറുത്തിട്ടാണ് ഇട്ടേക്കുന്നത്. എന്തായാലും നല്ലൊരു ഉപ്പുമാവാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. 40 രൂപയ്ക്ക് നിങ്ങൾക്ക് വറുത്താണ് കേട്ടോ. ഉപ്പുമാവിൻ്റെ കൂടെ നമുക്ക് ചട്നിയുണ്ട്, സാമ്പാർ അത്യാവശ്യം ചൂടുള്ളൊരു സാമ്പാറാണ്. ചെറിയൊരു ചൂടുണ്ട്. ഇപ്പോൾ സാമ്പാറും ഉപ്പുമായിട്ട് അങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരുപാട് കറിയൊന്നുമില്ല കേട്ടോ. ഒരു കുഞ്ഞ് കടയല്ലേ. അപ്പോൾ ലേശം സാമ്പാറും ഉപ്പും കൂടെ ചേർത്ത് ഇതുപോലെ എടുത്തിട്ടേ ഈ ഉപ്പുമാവിനുള്ള സാമ്പാർ ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. കൊള്ളാം. സാമ്പാറും കൊള്ളാം. സാമ്പാർ ഉപ്പുമാവ് കോമ്പിനേഷനാണ്. ലേശം ചമ്മന്തിയായിട്ടൊന്ന് കഴിച്ചു നോക്കാം. ഈ തേങ്ങാ ചട്നിയാണ് കേട്ടോ. തേങ്ങാ ചട്നിയും ഇത് പച്ചമുളക് അരച്ചിട്ടുള്ള തേങ്ങാ ചട്നിയും ലേശം ഉപ്പുമാവും കൂടെ മിക്സ് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. ഉപ്പുമാവിൻ്റെ ചമ്മന്തിയും കൊള്ളാം കേട്ടോ. പിന്നെ ചമ്മന്തിയിലെ അവർ
കറിവേപ്പിലും കൂടെ നല്ലതുപോലെ അരച്ച് ചേർത്തിട്ടുണ്ട്. അതിനൊരു ടേസ്റ്റ് കൂടെ വേണം. അപ്പം എനിക്ക് സാമ്പാറാണ് ഉപ്പുമാവനോട് ഇഷ്ടപ്പെട്ടത് കേട്ടോ. സാമ്പാറും ഉപ്പുമാവും നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്കിലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക്. പൊളി സാമ്പാർ ഞാൻ ഇവിടെ ചെന്നാലും പുകഴ്ത്തേ പറയാനുള്ളൂ. സാമ്പാർ അത്രയും എനിക്ക് ഇഷ്ടമാണ്. ഓരോ കടയിലും ഓരോ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ്. അത് അവർ ഉപയോഗിക്കുന്ന മസാലയുടെ വ്യത്യാസമായിരിക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ ആ ഒരു കുക്കിൻ്റെ വ്യത്യാസമായിരിക്കും. അതായത് കുക്ക് മാറുമ്പോൾ കറിയുടെ ടേസ്റ്റ് മാറുമെന്നാണ് ഐതിഹ്യം അല്ലേ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഉപ്പുമാവും സാമ്പാറും. കറി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉപ്പുമാവ് മാത്രമായിട്ട് കഴിക്കാനും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുറച്ച് നെയ്യുടെ ആ ഒരു രുചിയും കൂടെ ഉള്ളതുകൊണ്ട് ടേസ്റ്റ് കിട്ടും. കറി വേണ്ടാത്തവർക്ക് ഉപ്പുമാവ് മാത്രമായിട്ട് കഴിക്കാം. വെറുതെ കഴിച്ചാലും ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും 40 രൂപ നിങ്ങൾക്ക് വെർത്തായിട്ടുള്ളൊരു കുഞ്ഞ് വീട്ടിലെ ഉപ്പുമാവാണ്. നമുക്ക് പൂരി കഴിക്കാം കേട്ടോ. പൂരി ഒരു സെറ്റിൻ്റെ റേറ്റ് 50 രൂപയാണ്. ഈ 3 സെറ്റ് പൂരിക്കാണ് 50 രൂപ കേട്ടോ. എങ്കിലും അത്യാവശ്യം നല്ലൊരു പൂരിയായിരുന്നു. കറിയോട് ഞാൻ സാമ്പാറും എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് ഉണ്ട് കേട്ടോ. ഈ സാമ്പാറിന് പുറമേ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ മസാലയും കൂടെ തരുന്നുണ്ട്. ആ മസാലയും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. നമുക്ക് ആ മസാലയും കൂടെ ചേർത്ത് കഴിച്ചപ്പോഴേ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ പൂരിക്കൊരു കഥ പറയണ്ട കേട്ടോ. ഞാൻ 2 ദിവസം മുമ്പ് കന്യാകുമാരി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പൂരി ഒരെണ്ണം അഡീഷണൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു 35 സെൻറ്റ് ചാർജ് ചെയ്തു. അത് കടയെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിൽ 50 രൂപയ്ക്ക് നിങ്ങൾക്ക് വർത്തായിട്ടുള്ളൊരു പൂരി സെറ്റാണ് കേട്ടോ. പൂരിയും സാമ്പാറും നല്ലൊരു കോമ്പിനേഷനാണ്. ഇവിടെ ഇതൊക്കെയുള്ള കറികൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നത്. നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കഴിച്ച് പുറത്തിറങ്ങി. പുറത്താണ് അവരുടെ ടീ കൗണ്ടറൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു കോഫി കുടിക്കണം. പിന്നെ കേസരി ഇടുന്നുണ്ട് കേട്ടോ. കേസരി ഇവിടെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത ഒരു സ്കൂപ്പ് കേസരിക്ക് 20 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് RK TV സെൻറ്ററിലെ കേസരി. ഇത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കണം. അപ്പം പുറത്ത് നിന്ന് കഴിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അകത്ത് പോകണ്ട, നമുക്ക് ഇവിടെ നിന്ന് തന്നെ കഴിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ലേശം കേസരി എടുക്കാം. കേസരി എടുത്തൊന്ന് കഴിച്ചു നോക്കാം. കാണുമ്പോഴേ അറിയാം നല്ല മധുരമാണെന്ന്. അപ്പോൾ നിങ്ങൾ ചോദിക്കും കാണുമ്പോൾ എങ്ങനെ അറിയാം മധുരമുള്ളത്? കേസരി എപ്പോഴും മധുരമാണല്ലോ. അപ്പോൾ ലേശം കേസരി എടുത്ത് എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൂടെ കേസരിയും കൂടെ ആവാം അല്ലേ. പൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഇതിൽ വന്ന് ട്രൈ ചെയ്യാം. അയ്യോ, നമ്മളെപ്പോഴും വെജിറ്റേറിയൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു കോഫി മസ്റ്റാണല്ലോ. ഇവിടെ ഫിൽറ്റർ കോഫിയാണ് മിക്കവാറും എല്ലാ ടിഫിൻ സെൻറ്ററിലും ഫിൽറ്റർ കോഫിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടെ കുടിച്ച് നമുക്കങ്ങ് നിർത്താം അല്ലേ. എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു കോഫി സൂപ്പറായിരിക്കും കേട്ടോ. എല്ലാവരുടെ ഒരു കൺഫ്യൂഷനാണല്ലേ, കഴിക്കുന്നിടത്ത് പൈസ കൊടുക്കുന്നുണ്ടല്ലോ. ഞാൻ പൈസ കൊടുത്തേ കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ 150 രൂപയാണ് ആയത്. അപ്പോൾ നമുക്കത് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാം. ഒരുപാട് വീഡിയോകളിലുള്ള കമൻറ്റാണ് പൈസ കൊടുത്താണോ കഴിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പൈസ കൊടുത്താണ് കഴിക്കുന്നത്. ഭാഗമല്ല 150 രൂപ. ശരി, തീർന്നല്ലോ അല്ലേ. ഇനി ആരും സംശയം പറയില്ല കേട്ടോ. ഇവിടുത്തെ റേറ്റ് എല്ലാം കൂടെ ചേർത്ത് 150 രൂപയാണത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇനി ആരും കണ്ടില്ല എന്ന് പറയല്ലേ. ഞാൻ അങ്ങനെ കാണിച്ചുകൊണ്ട് ആർക്കും തോന്നണ്ട. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഓസിനാണ് പോയി കഴിക്കുന്നുള്ള രീതിയിൽ. ഞാൻ അങ്ങനെ ഒരു പെയ്ഡ് പ്രൊമോഷൻ ആണെങ്കിൽ എൻ്റെ വീഡിയോയിൽ ഞാനത് കൊടുത്തേക്കും. പക്ഷേ അതിനുള്ള ടൈമൊന്നും ആയില്ല. നമ്മളൊക്കെ ഒരു പുതിയൊരു യൂട്യൂബർ അല്ലേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അപ്പം ഇനി ആർക്കും സംശയമൊന്നുമില്ലല്ലോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള RK ടിഫിൻ സെൻ്ററാണ്. പ്യൂർ വെജിറ്റേറിയനാണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലിരുന്ന് കഴിക്കുന്ന ഒരു ആംബിയൻസ് കഴിക്കാൻ പറ്റും. അങ്ങനെ ഒരു ആംബിയൻസാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ ഇതുവഴി പോകുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്. അടുത്തൊരു വീഡിയോ കാണുന്നതിൽ എല്ലാവർക്കും ബൈ.